താലി കെട്ടുന്നത് കാണാൻ അമ്മയ്ക്ക് യോഗം ഉണ്ടായില്ല. അമ്മയുടെ അസുഖം മാറിയിട്ട് കല്യാണം നടത്തിയാൽ മതി എന്ന് പറഞ്ഞതല്ലേ, അമ്മയല്ലേ സമ്മതിക്കാഞ്ഞത്? ഈ മുഹൂർത്തം കഴിഞ്ഞാൽ പിന്നെ ചിങ്ങമാസത്തിലല്ലാതെ നടക്കുമോ മോനെ? അതുവരെ ഞാൻ ജീവിച്ചിരിക്കുമോ എന്ന് തന്നെ ആര് കണ്ടു? അമ്മേ, അമ്മ ഇങ്ങനെയൊന്നും പറയരുത്. അമ്മയുടെ അസുഖം വേഗം മാറും. ആ, എന്റെ മാങ്കാവിലമ്മ. ലക്ഷ്മി മോളെ, ജാനുവിനെ ഞാൻ നിന്നെ ഏൽപ്പിക്കുന്നു. ചെല്ലു മോളെ, അപ്പുറത്തേക്ക് ചെല്ലു. വേണ്ട, വയറ്റിൽ ഒരു ഇഞ്ച് സ്ഥലമില്ല. അല്പമെങ്കിലും കുടിക്കും. നിർബന്ധമാണോ? അതെ. ആട്ടെ, എന്ത് തരും? പാലിന്റെ വില എനിക്കാണല്ലോ തരേണ്ടത്. ഓ, അത് ശരിയാണല്ലോ. എന്ത് വേണം? ഇഷ്ടമുള്ളത്. ആരുടെ ഇഷ്ടം? അങ്ങയുടെ ഇഷ്ടം. അതെന്താണെന്ന് അറിയാമോ? ആ, പറയട്ടെ. വേണ്ട. അതെന്താ? കേൾക്കാൻ വയ്യ. കാത് കേട്ടുകൂടെ? എന്നാൽ അഭിനയിച്ച് കാണിക്കട്ടെ. അയ്യോ, വേണ്ട. കാണാനും പാടില്ല. കണ്ണും കണ്ടുകൂടെ? കാണാനും കേൾക്കാനും പാടില്ല. അയ്യോ, പിന്നെങ്ങനെയാ? ആ, എനിക്കറിയാമോ? ആ, അതിനൊരു സൂത്രമുണ്ട്. എന്താണ്? പാലിങ് തരൂ, കണ്ണടച്ചോളൂ. എന്താ ചേട്ടത്തി? ഒന്നിങ്ങോട്ട് ഓടി വരും. അമ്മയ്ക്ക് എന്തോ ഒരു വിഷമം. എന്റെ അമ്മ, ഇത്ര നേരത്തെ ഉറങ്ങിയോ? എന്താ മനുഷ്യർക്ക് ഉറങ്ങണ്ടേ? നേരത്തെ ഉറങ്ങുന്നത് നല്ലതാണ്, ക്ഷീണം മാറും. ചിരിക്കണ്ട, എനിക്കൊരു രസവും തോന്നുന്നില്ല. എന്താ ഞാനും നീ ഇങ്ങനെ? എനിക്കും ചോദിക്കുവാനുള്ള അത് തന്നെയാ. എന്താ ഇങ്ങനെ? ഉള്ളിലുള്ളത് തുറന്നു പറഞ്ഞാൽ കാര്യം മനസ്സിലാക്കാം. ഞാൻ എത്ര നേരമായി ഈ മുറിയിൽ ഒറ്റയ്ക്ക് കാത്തിരിക്കുന്നു. ഓഹോ, അതാണോ? ഞാൻ മണിക്കുട്ടിനെ പാടി ഉറക്കുകയായിരുന്നു. അതിന് നീ ഇങ്ങനെ ചുണ്ടി പിടിച്ചാലോ? സ്നേഹിക്കാൻ വേറെ ആളുണ്ടല്ലോ. ഭാര്യ എന്ന് പറയുന്നവൾ എന്തും സഹിക്കേണ്ടവളാണല്ലോ. ഞാൻ എപ്പോഴും നിന്റെ അടുത്ത് തന്നെ ഇരിക്കണമെന്നാണോ? എന്നെ കൊണ്ട് പറയിപ്പിക്കണമെന്നാണോ? ഭർത്താവ് അടുത്തില്ലെങ്കിൽ ഭാര്യ പരാതിപ്പെടുകയില്ല. പക്ഷേ എപ്പോഴും മറ്റുള്ളവരുടെ അടുത്താണെന്ന് തോന്നിയാൽ അവൾ പരിഭവിച്ചെന്നും പരാതിപ്പെട്ടെന്നും വരും. ഹൃദയമില്ലാത്ത വർത്തമാനം പറയരുത് ജാനു. എനിക്ക് ഹൃദയമുണ്ട്, നിറയെ ആഗ്രഹങ്ങളുമുണ്ട്. ഇല്ലാത്തത് നിങ്ങൾക്കാണ്. ഞാനൊന്ന് ചോദിക്കട്ടെ, ചേട്ടത്തിക്ക് ചേട്ടനുണ്ട്, മണിക്കുട്ടൻ അച്ഛനും അമ്മയും ഉണ്ട്. മാത്രമല്ല നീയും ഞാനും ശാരദയും കൂടിയുണ്ട്. ജാനു, ഈ കുടുംബം ഒന്നാണ്. ഒരിക്കൽ നാശത്തിന്റെ പക്കത്തെത്തിയ കുടുംബത്തെ രക്ഷിച്ചത് എന്റെ ചേട്ടത്തിയാണ്. ഇതിനകത്ത് നീ വേടി കെട്ടാൻ ശ്രമിക്കരുത് ജാനു. നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഓരോരുത്തരും നിർത്തേണ്ടടുത്ത് നിർത്തേനെ. 3-4 കൊല്ലമായില്ലേ, ഞാനും കുറെയൊക്കെ മനസ്സിലാക്കി വരുന്നുണ്ട്. നീ കുന്തം മനസ്സിലാക്കുന്നുണ്ട്. നീ ഇവിടെ വന്നെന്ന് അമ്മ മരിച്ചു. ജനനോ മരണോ നടക്കാത്ത വീട് എതിരിക്കുന്നു. അമ്മയ്ക്കാണെങ്കിൽ വയസ്സായിരുന്നു. അതിന് ചേട്ടത്തി പറഞ്ഞുണ്ടാക്കിയത് എന്താണെന്ന് നിനക്കറിയാമോ? എന്താ? നീ വലതുകാലം വെച്ച് കയറിയതിന്റെ ഗുണവതിയാറാണെന്ന്. അവർക്കെന്നെ ഒട്ടും പിടിച്ചിട്ടില്ല. ആദ്യമൊക്കെ ചക്ക അരക്കും പോലെയല്ലേ ആയിരുന്നു. ജാനൂന്ന് തികച്ചു വിളിക്കില്ലായിരുന്നു. ഇപ്പോഴെന്തായി? നിനക്കിവിടെ വല്ല സ്ഥാനമുണ്ടോ ജാനു? സ്ഥാനം ഉണ്ടാകുമെന്ന് ഞാനും ഒന്ന് നോക്കട്ടെ.
പറഞ്ഞോണ്ടിരുന്നേച്ചാ മതി. ഒരു വേലക്കാരിയെ പോലെ എന്നും ഇങ്ങനെ കഴിയാം. വെച്ചുപുട്ടും താക്കോലൊക്കെ അവരുടെ കൈവശമല്ലേ. നിനക്കൊരു തുള്ളി എണ്ണ വേണമെങ്കിലും അവരോട് ചോദിക്കണ്ടേ? ചിലപ്പോഴൊക്കെ ഞാനും അതേപ്പറ്റി ആലോചിക്കാറുണ്ട് ശാരദേ. ഇന്നലെ കണിയാറ്റിയോട് അവര് പറയാ നിന്റെ അച്ഛൻ കിടപ്പാടം വരെ പണയം എഴുതിയിരിക്കുകയാണെന്ന്. അതറിഞ്ഞുകൊണ്ടാണല്ലോ അവര് വന്ന് എന്നെ കണ്ടതും കല്യാണം നടന്നതും. അവര് പറഞ്ഞതെല്ലാം കേട്ടാ നീ തല തല്ലി ചാകും. ഡാൻസും പാട്ടും പഠിപ്പിക്കാൻ നടന്നവളാ. ഉച്ചേട്ടനെ കൂടോത്രം ചെയ്ത് വശീകരിച്ചതാ. അയ്യോ എന്റെ ജാനു, ആ കണിയാറ്റിയോട് അവർ ഓരോന്ന് പറയുന്നത് അങ്ങോട്ട് കേട്ടപ്പോ ആ കർണത്തൊന്ന് കൊടുക്കാൻ തോന്നി എനിക്ക്. അവരെ പോലെ ഈ കുടുംബത്തിൽ നിനക്കും ഇല്ലേ സ്ഥാനം? അവരൊരു തറവാട്ടമ്മ ചമയുന്നു. ആട്ടെ, മേലിൽ ഞാനും കരുതിക്കൊള്ളാം. ആ, കണിയാട്ടി പോയോ? അവളെ വാഴച്ചോട്ട് നിൽപ്പുണ്ടായിരുന്നല്ലോ. ഇന്ന് കുറെ പഴഞ്ചോറ് ഇവിടെ ഇരിപ്പുണ്ടല്ലോ, ആ കണിയാട്ടിക്ക് കൊടുത്തേക്കട്ടെ. അവൾക്ക് വയറ്റ് സൂക്കേടാണെന്ന് പറഞ്ഞാ വന്നത്. ഇവിടെ ആര് പഴഞ്ചോറുന്നാനാ? നീ അതാ വാഴച്ചോട്ടിൽ കത്തിയത്. ശരി. എടുക്കാമല്ലോ. ഓ, ഈ പഴഞ്ചോറ് കൊണ്ടല്ലേ ഈ നാട്ടിലുള്ള പാവങ്ങളൊക്കെ കഴിയുന്നത്. ഞാൻ കൊച്ചു കുഞ്ഞൊന്നുമല്ല, കാര്യങ്ങൾ കുറേശ്ശെ എനിക്കും അറിയാം. സുന്ദരി, ഈ പച്ചനെല്ല് കൂടി ഒന്ന് കുത്തണം. ഇവിടെ അരിപ്പൊടി തീർന്നു. ഇത് കഴിയാറായി കൊച്ചമ്മേ, ഉടനെ കുത്തിയേക്കാം. ആ കൊച്ചമ്മേ, കൊച്ചമ്മയുടെ അങ്ങേരെ കണ്ടിട്ട് കുറെ നാളായല്ലോ. ഇപ്പൊ എവിടാ? അങ്ങ് ദൂരെ പട്ടണത്തിലാ. നാടക കമ്പനി നടത്തുവാണോ? അല്ലല്ല, കാർണിവെല്. അതെന്താ കൊച്ചമ്മേ? കാർണിവെൽ എന്ന് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല. കാർണിവെൽ എന്ന് വെച്ചാ കാർണിവെൽ തന്നെ. മേക്കപ്പ് ചെയ്യുന്നില്ലേ? എന്താ ഡാൻസ് കാണാൻ ആളുള്ളവരും വേണ്ടേ? കളക്ഷൻ കണ്ടിട്ട് പൊളിഞ്ഞ് പാളീസാവുന്ന ലക്ഷണമാണല്ലോ. ഈ ആഴ്ച 2000 റുപ്പീസ് വേണം. വീട്ടിൽ നിന്ന് കുറച്ച് പണം കൂടെ വാങ്ങാൻ നോക്കണം. വീട്ടിലെ വിചാരം ഞാനിവിടെ മലമറിക്കുകയാണെന്നാണ്. രൂപ 5000 വാങ്ങി ഇതുവരെ. ഏതായാലും വീട്ടിൽ ഒന്നും കൂടി ബഹളം ഉണ്ടാക്കി നോക്കാം. രക്ഷയില്ലെങ്കിൽ വൈഫിന്റെ ആഭരണങ്ങൾ വരെ വിൽക്കാം. ഓ ഗോഡ്, ലഡാക്കിലായിരുന്നെങ്കിൽ. തല കൊടുക്ക. നിങ്ങൾ വീട്ടിൽ പോകാൻ നോക്കണം. വരുന്നത് വരെ കാരണവൽ ഞാൻ നോക്കിക്കോളാം. ടീക്ക്